റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയ്ക്ക് തങ്ങളുടെ പ്രതിരോധ കരാറുകൾ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങാൻ കഴിയുന്ന മിക്ക രാജ്യങ്ങളും ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണുള്ളത്. സോവിയറ്റ് യൂണിയൻ ഇതേ ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിതരണം ചെയ്തിരുന്നു. പിന്നീട് റഷ്യയും. ഇപ്പോൾ ഉക്രൈനിലെ യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് അവരുടെ കയറ്റുമതി കുറഞ്ഞു. അതായത് മറ്റ് രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന ആയുധങ്ങളുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് എത്രമാത്രം കുറഞ്ഞു എന്ന ഡാറ്റ എടുത്ത് നോക്കിയാൽ 30% സ്ഥാനത്ത് ഇപ്പോൾ വെറും 2% മാത്രമാണ്. അതായത് 40% ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ 5% മാത്രമേ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. വളരെ നാടകീയമായ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതേസമയം റഷ്യ ഔദ്യോഗികമായി ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. റഷ്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നത് തടയാൻ ഇന്ത്യയിൽ പരോക്ഷമായൊരു സമ്മർദ്ദം അമേരിക്ക ഏർപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമാണ്. ലോകത്തിൽ നിന്നും റഷ്യൻ ആയുധങ്ങൾ ഇല്ലാതാക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നാൽ അനന്തരഫലം വളരെ ഗുരുതരമായിരിക്കും. ഇങ്ങനെയായിരുന്നു അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് റഷ്യ നൽകിയത്. അപ്പൊ ഈ വീഡിയോയുടെ നമ്മൾ അറിയാൻ പോകുന്നത് ഡിക്ലൈൻ ആയിട്ടുണ്ട് എന്ന് റഷ്യ പറയുന്നുണ്ട്. ഇത് സത്യത്തിൽ US സമ്മർദ്ദം കാരണമാണോ സംഭവിച്ചത്, അല്ലെങ്കിൽ റഷ്യൻ വെപ്പൺസിൽ ലോകരാജ്യങ്ങളുടെ എല്ലാം വിശ്വാസം നഷ്ടപ്പെട്ടോ? ഏതൊക്കെ രാജ്യങ്ങൾ എത്ര ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, അതിൽ എത്ര % കുറഞ്ഞു? ഇതെല്ലാം ഡാറ്റാസോടുകൂടി വളരെ വിശദമായി ഈ വീഡിയോയിലൂടെ അറിയാം. റഷ്യ വേഴ്സസ് അമേരിക്ക. ശീതയുദ്ധത്തിന് ശേഷം ഈ ഒരു വാക്ക് ധാരാളം ഉപയോഗിച്ചു വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ആധുനിക ആയുധങ്ങൾ സൃഷ്ടിക്കുന്ന 2 രാജ്യങ്ങളെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോഴും ഒരുപാട് രാജ്യങ്ങൾ ഈ സ്ഥാനം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് വരെയും ഈ 2 രാജ്യങ്ങളുടെയും സ്ഥാനം നികത്താൻ മറ്റു രാജ്യം വന്നിട്ടില്ല. ചൈന ഇതിനടുത്ത് വളർന്നു വരുന്ന ഒരു രാജ്യമാണ്. കാരണം ചൈനയുടെ സാങ്കേതിക വിദ്യ റഷ്യൻ ആയുധങ്ങളെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് സൃഷ്ടിച്ചെടുത്ത ഒരു സാങ്കേതിക വിദ്യയാണ്. അവരുടെ ആയുധ സംവിധാനം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം, റഷ്യൻ ആയുധങ്ങൾക്ക് സമാനമായിരിക്കും. ഇനി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ വെപ്പൺസ് ശരിക്കും സുപ്പീരിയർ ആണ്. ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ അമേരിക്കയെ റഷ്യക്കാർക്ക് അങ്ങനെ പൂർണ്ണമായും തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലൊക്കെ വളരെ ശക്തമായ ഒരു വശമാണ്. ഈ വശത്ത് റഷ്യൻ ആയുധങ്ങൾ നോക്കിയാൽ റഷ്യൻ ഹാർഡ്വെയർസിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഡോഗ് ഫൈറ്റ്, മെനുവറിംഗ്, ഒരു ഹാർഡസ്റ്റ് എക്യുപ്മെന്റ്സ് എങ്ങനെ സൃഷ്ടിക്കാം, ഇങ്ങനെയുള്ളതൊക്കെ റഷ്യൻസിന്റെ സാങ്കേതിക വിദ്യ വെച്ച് മാത്രമേ നമുക്ക് ഉദാഹരണം കാണിക്കാനും സാധിക്കുകയുള്ളൂ. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ഈ 2 രാജ്യങ്ങളും സോഫ്റ്റ്വെയറിന്റെ എന്നല്ല, എല്ലാ കാര്യങ്ങളിലും തുല്യ രാജ്യമായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം വിവിധ തരം മനുഷ്യ ശക്തി വിഭവങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് മാറിയതിനു ശേഷം റഷ്യ ഇന്നുവരെയും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അമേരിക്കയെ എതിർക്കാൻ അവർ ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ അമേരിക്കയുടെ ആയുധ വിപണി എന്നത് ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളിലേക്കും എത്തുന്ന ഒന്നാണ്. ഇന്ന് ലോകത്തിൽ എത്ര രാജ്യങ്ങളുണ്ടോ അവരെല്ലാവരും ഏതെങ്കിലും വിധത്തിൽ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ റഷ്യയുടെ കാര്യം അങ്ങനെയല്ല. റഷ്യൻ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യൂറോപ്യൻ യൂണിയനിലെ ഈസ്റ്റേൺ ബ്ലോക്ക് രാജ്യങ്ങൾ, ഈ ഏഷ്യ പസഫിക് ഭാഗത്തുള്ള രാജ്യങ്ങളാണ്. ഇവർ മാത്രമാണ് ഇപ്പോൾ റഷ്യൻ ആയുധങ്ങൾ ഉപയോഗിച്ചു വരുന്നത്. യൂറോപ്യൻ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നതിനാൽ ഒരു പക്ഷെ അവർക്ക് റഷ്യൻ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടാകാം. അങ്ങനെ അല്ലെങ്കിൽ റഷ്യയുടെ വളരെ അടുത്ത സഖ്യകക്ഷികളായ ബെലറസ്, കസക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ, സൗഹൃദ രാജ്യങ്ങൾ തുടങ്ങിയവരുടെ സൗഹൃദ രാജ്യങ്ങളായതുകൊണ്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടാകും. മറുവശത്ത് അർമേനിയ പോലുള്ള രാജ്യങ്ങളും റഷ്യൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട പ്രശ്നം ആരംഭിക്കുന്നത് ഏറ്റവും കൂടുതൽ ബഫർ സോൺസ് ഉള്ള രാജ്യമാണ് ഏഷ്യൻ ഭൂഖണ്ഡം. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പിന്നെ ഇറാൻ, മറുവശത്ത് ഇന്ത്യ, ചൈന, ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, ജപ്പാൻ വേഴ്സസ് മറ്റ് രാജ്യങ്ങൾ. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ബഫർ സോൺസ് ഉള്ള രാജ്യങ്ങൾ. അപ്പോൾ കൂടുതൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നതും കയറ്റുമതി വളരെയധികം ആശ്രയിച്ചിരിക്കുന്നതും ഈ രാജ്യങ്ങൾ മാത്രമാണ്. ഇനി ചൈനയെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ചേർക്കാനേ സാധിക്കില്ല. കാരണം അവരുടെ വെപ്പൺസ് മാനുഫാക്ചറിങ് സാറ്റിസ്ഫാക്ഷൻ എന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വയം പര്യാപ്തതയുടെ അവസ്ഥയിലാണ് അവർ ഉള്ളത്. അടുത്തത് ഇന്ത്യ, പാകിസ്ഥാനാണ്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടർ ആയിരുന്നു റഷ്യൻ വെപ്പൺ. 2018 മുൻപ് നമ്മൾ 60%-ലധികവും റഷ്യൻ ആയുധങ്ങളായിരുന്നു ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. 22, 23 ഈ ഒരു കാലയളവ് എടുത്താൽ 15-20% അത് എത്തിയിട്ടുണ്ട്. അതും പുതുതായി നമ്മൾ ഒരു കരാറുകളും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. നിലവിലുള്ള ഫ്ലീറ്റിനെ ഒന്ന് കൊണ്ടുപോകാൻ, പരിപാലിക്കുന്നതിന് വേണ്ടിയും അതിജീവിക്കുന്നതിനും റഷ്യയിൽ നിന്ന് സ്പെയർ പാർട്സും ചില നവീകരണ ഉപകരണങ്ങളും ആയുധ സംവിധാനങ്ങളും മാത്രമേ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. മറ്റ് രാജ്യങ്ങൾക്ക് ഇതേ സാഹചര്യം തന്നെയാണ്. അപ്പൊ ഇതിന്റെ കാരണം എന്താണ്? ഈ ഡിക്ലൈൻ സംഭവിക്കുന്നതിന്റെ ഇടിവിന്റെ പ്രധാനപ്പെട്ട കാരണം റഷ്യ തന്നെയാണ്. കാരണം 2022 ഉക്രൈനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം അവർ റഷ്യയ്ക്ക് മേൽ നിരവധി ഉപരോധം ഏർപ്പെടുത്തി.
ഇത് റഷ്യയെ നേരിട്ട് തന്നെ ബാധിച്ചു. കാരണം പരോക്ഷമായി നമുക്കിവിടെ പറയാൻ ഒന്നും തന്നെ സാധിക്കില്ല. റഷ്യ അവരുടെ എണ്ണ വിൽപ്പനയിലൂടെ അവരുടെ സമ്പദ് വ്യവസ്ഥയെ വളർത്താനുള്ള വഴികൾ കണ്ടെത്തിയെങ്കിലും അവരുടെ ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ, ടാങ്കുകൾ, വിമാനങ്ങൾ എന്നിവയിലെല്ലാം ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ അവർക്ക് ലോക വിപണിയിൽ എത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ റഷ്യൻ ആയുധങ്ങൾ ഇതിനകം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് റഷ്യയിൽ നിന്ന് സ്പെയർ പാർട്സ് വാങ്ങാനും കഴിയുന്നില്ല. റഷ്യയിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും വാങ്ങാൻ കഴിയാത്തതിനാൽ ഇങ്ങനെ കാലക്രമേണ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധ ഉപകരണങ്ങൾ, ജെറ്റുകൾ, ടാങ്കുകൾ ഇവയെല്ലാം തന്നെ ഇങ്ങനെ മാറ്റിവെക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ലിസ്റ്റിൽ ഏഷ്യൻ കോണ്ടിനെന്റിലുള്ളതിൽ ടോപ്പിൽ ഇന്ത്യയാണുള്ളത്. അടുത്തത് വിയറ്റ്നാം, ഇന്തോനേഷ്യ, മലേഷ്യ, മ്യാൻമർ, ലാഗോസ്, ഫിലിപ്പീൻസ്, കസക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. ഇങ്ങനെ പട്ടിക വളരെ വളരെ വലുതാണ്. മൊത്തത്തിൽ നോക്കിയാൽ 2022 മുൻപ് ചൈന ഒഴികെ ഞാൻ മെൻഷൻ ചെയ്ത എല്ലാ രാജ്യങ്ങളിലും 49%-ത്തിലധികവും സ്മാൾ ലാർജ് എമിനേഷൻസ് അവർക്ക് ആവശ്യമായ അത്രയേറെ സഹായവും ചെയ്തുകൊണ്ടിരുന്നത് റഷ്യയുടെ ആയുധങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ എത്രമാത്രം കുറഞ്ഞുവെന്നറിയണ്ടേ? വെറും 8% മാത്രം. 2022 ശേഷം ഈ യുദ്ധം കാരണം ഇമ്പോർട്ട് 8%. അപ്പൊ എത്ര വലിയ നാടകീയമായ ഒരു ഇടിവാണെന്ന് നിങ്ങൾ തന്നെ നോക്കുക. 1% മാത്രം ഇപ്പോൾ സംഭവിക്കുന്നുള്ളൂ. 4 മടങ്ങ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് റഷ്യ അവരുടെ ഡീൽസ് ഒക്കെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് യുദ്ധം മാത്രം കാരണമായി പറയാൻ കഴിയില്ല, ഉപരോധം മാത്രവും കാരണമായി പറയാൻ കഴിയില്ല. റഷ്യൻ ആയുധങ്ങൾക്ക് ഇത് വളരെ നെഗറ്റീവായ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. കാരണം പല രാജ്യങ്ങളും റഷ്യൻ ആയുധങ്ങൾ വാങ്ങാൻ ഇങ്ങനെ വിശകലനം ചെയ്യുകയും Su-30 വാങ്ങുന്ന ഒരു കരാറിലെത്തി Su-35 കരാറിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വേണ്ട എന്ന് റിജക്ട് ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ നെഗറ്റീവ് പ്രചരണം സംഭവിക്കുന്നതും ആയുധങ്ങൾ വാങ്ങാത്തതിന് പിന്നിലെ ഒരു തന്ത്രപരമായ കാരണമായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ അമേരിക്ക ഈ ഒരു ലൂപ്പ് വളരെ നന്നായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയുടെ സാന്നിധ്യവും ആയുധവും എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നതിന്റെ ഒരു ചെറിയ ഡാറ്റ നമുക്കറിയാം. റഷ്യ ആരോപണം ഉന്നയിച്ചത് എന്താണ്? ഞങ്ങളുടെ ഈ കരാറുകൾ എല്ലാം തകർക്കാനായി അമേരിക്ക അവർക്ക് ആയുധങ്ങൾ വിൽക്കുന്നു എന്നാണ് റഷ്യ ഒരു ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അത് വെറും ഒരു ആരോപണം അല്ല, അത് സത്യം തന്നെയാണ്. ഇനി ഇന്ത്യയുടെ കഥ തന്നെ എടുത്തു നോക്കിയാൽ നമ്മൾ റഷ്യയുടെ Su-30 ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 270-ലധികം യുദ്ധവിമാനങ്ങൾ, T-90 ടാങ്ക്സ് ഉപയോഗിക്കുന്നുണ്ട്, Mi-17 ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, T-72 ടാങ്ക്സ് ഉപയോഗിക്കുന്നുണ്ട്, S-400 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? കഴിഞ്ഞ 5 വർഷത്തെ ഒരു ടൈം ലൈൻ എടുത്ത് നോക്കിയാൽ യുദ്ധത്തിന് മുൻപുള്ള കാലയളവും ഇപ്പോൾ ഈ 2025 കാലയളവും നമുക്കൊന്ന് എടുത്തു നോക്കിയാൽ ഈ ആയുധങ്ങളെ പരിപാലിക്കാനും ചില സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് വാങ്ങാനും റഷ്യയുടെ പക്കൽ സ്പെൻഡ് ചെയ്തത് വെറും 15 ബില്യൺ മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ അമേരിക്കയുടെ മാർക്കറ്റിന് നമ്മുടെ ഡിഫൻസ് ഇൻഡസ്ട്രി എത്ര വലിയ ഓപ്പണിംഗ് നൽകിയിട്ടുണ്ടെന്ന് അറിയണ്ടേ? C-70 ഗ്ലോമാസ്റ്റർ ഡീൽ, C-130 അപ്പാച്ചി ഹെലികോപ്റ്റേഴ്സ്, ചീനൂക്ക്, P-8 Poseidon, MQ-9 ഡ്രോൺസ് ഇവയെല്ലാം നമ്മൾ വാങ്ങാനുള്ള ഒരു ഡീൽ, അതും വളരെ ഷോർട്ടസ്റ്റ് ടൈം പീരീഡിൽ 20 ബില്യൺ ഡീൽ നൽകിയിട്ടുണ്ട്. അതും ഈ നമ്മുടെ മാർക്കറ്റിൽ മാത്രം. ഒരു വശത്ത് നമ്മൾ റഷ്യയുടെ ആയുധങ്ങൾ വേണ്ട എന്ന് പറയുകയും സ്വയം പര്യാപ്തത ചൂണ്ടിക്കാട്ടി നമ്മുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന അതേ സമയം റഷ്യൻ ആയുധങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കുകയും US വിപണിയിലേക്ക് നമ്മുടെ വിപണി അല്പം തുറക്കുകയും ചെയ്തു. രണ്ടാമത് വിയറ്റ്നാമാണ്. വിയറ്റ്നാമിനെയും വലുതായൊന്നും പറയാനില്ല. Su-27, Su-30 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, കിലോ ക്ലാസ് സബ്മറൈൻസ് ഉപയോഗിക്കുന്നുണ്ട്. മാത്രവുമല്ല S-300 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടെ വിയറ്റ്നാമും റഷ്യയും തമ്മിൽ ഒരു കരാറും ഒപ്പിട്ടിട്ടില്ല. ഒരു കരാർ സൈൻ ചെയ്തത് ഡെലിവറി ചെയ്തിട്ടുമില്ല. യുദ്ധകാലത്തിന് മുൻപുണ്ടായ കരാർ S-300 മോഡേണൈസ് ചെയ്യാൻ വേണ്ടി 2021 ഒരു കരാർ ഉണ്ടാക്കി. റഷ്യ ഇതുവരെയും അത് ചെയ്തിട്ടില്ല. എന്നാൽ ഇതേ സമയം US പ്രതിരോധ കമ്പനികൾ വിയറ്റ്നാമിൽ $8 ബില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട്. അവിടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഓപ്പൺ ചെയ്ത് അതിനുശേഷമല്ല ഇൻവെസ്റ്റ് ചെയ്തത്. ഓൾറെഡി സൈറ്റ്സ് മേക്ക് ചെയ്യുകയും $8 ബില്യൺ കോൺട്രാക്ട് നേടുകയും അതിന്റെ യൂണിറ്റ്സ് അവിടെ സെറ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഈ രണ്ടിന് വ്യത്യാസമുണ്ട്. മൂന്നാമത് ഇന്തോനേഷ്യക്ക് Su-30 ഉണ്ട്. ഇന്തോനേഷ്യക്കും റഷ്യക്കും ഇടയിൽ Su-35 ഡീൽ ഒരു ഫൈനലൈസ് ചെയ്യേണ്ട സാഹചര്യം വന്നു. എന്നാൽ അമേരിക്കയുടെ കാൻസസ് ആക്ഷൻ പ്രഷർ കാരണം Su-35 റിജക്ട് ചെയ്യുകയും F-15EX വാങ്ങണോ, F-16C വാങ്ങണമോ, ഇങ്ങനെ ആ ഒരു ചർച്ചയിലാണ്. C-130 വാങ്ങാനുള്ള ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഈ ഫൈറ്റർ ജെറ്റിനെ സംബന്ധിച്ചിടത്തോളം F-15 ആണോ F-16 ആണോ എന്ന് കൺഫ്യൂസ് ആവുകയും ആ ഒരു ഡീലിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയുമാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങളിലും സംഭവിച്ചത് റഷ്യക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. മാത്രവുമല്ല മലേഷ്യയിൽ സംഭവിച്ചത് ഇതിലും മോശമാണ്. Su-30 MK 18 ഫൈറ്റർ ജെറ്റ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. വീണ്ടും 10 ജെറ്റ്സ് വാങ്ങാനുള്ള കരാർ ഒപ്പിടാൻ ശ്രമിക്കുന്നുമുണ്ട്. വേണമെങ്കിൽ Su-35 5-6 ജെറ്റ്സ് വാങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലുമായിരുന്നു. എന്നാൽ റഷ്യ ഒരു ഡിലേ ചെയ്തത് കൊണ്ട് പിന്നീട് അമേരിക്കയുടെ ഈ ഒരു സാങ്ഷൻസ് ഒരു കാരണമായതുകൊണ്ട് മറ്റ് മാർഗമില്ലാതെ US-ന്റെ F-18 ഫൈറ്റർ ജെറ്റ്സ് വാങ്ങാനുള്ള ആ ഒരു ഡീൽ അവർ ഫൈനലൈസ് ചെയ്യേണ്ട അവസ്ഥയിലെത്തി. ഞാൻ പറഞ്ഞതൊരു ടോപ്പ് 4 കൺട്രീസ് മാത്രമാണ്. വീണ്ടും നിരവധി രാജ്യങ്ങൾ ഇതിലുണ്ട്.
മ്യാൻമർ പോലുള്ള ചില രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനയെ എതിർക്കാൻ കഴിയുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. ചൈനയും ഇവിടെ ഒരു പരോക്ഷമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതായത് റഷ്യയെ അമേരിക്ക മാത്രമല്ല ഇങ്ങനെ കോർണർ ചെയ്ത് റഷ്യ വെപ്പൺസ് വിൽക്കാൻ പാടില്ല, റഷ്യൻ വെപ്പൺസ് വാങ്ങുകയാണെങ്കിൽ സാങ്ഷൻസ് നൽകുമെന്നൊക്കെ അമേരിക്ക മാത്രമല്ല പറയുന്നത്. റഷ്യ വെപ്പൺസ് നൽകുന്ന രാജ്യങ്ങൾ, റഷ്യ ഫൈറ്റർ ജെറ്റ്സ് നൽകുന്ന രാജ്യങ്ങളെല്ലാം ചൈനയുടെ ശത്രു പട്ടികയിലുള്ളവരാണ്. അപ്പോൾ ചൈനയ്ക്ക് ഇതെങ്ങനെയായിരിക്കും തോന്നുക? എന്റെ ശത്രുക്കളെ ശക്തിപ്പെടുത്താനായി നിങ്ങൾ ആയുധങ്ങൾ നൽകുമ്പോൾ ഞാൻ ഇൻഡയറക്റ്റായി നിങ്ങൾക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. കാരണം ഇപ്പോൾ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ റണ്ണാകുന്നത് ചൈനയെയും ഇന്ത്യയും വിശ്വസിച്ചാണ്. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യക്ക് ചൈന എതിർക്കാനും കഴിയില്ല. അപ്പോൾ രണ്ടു വശത്തും പോകാൻ കഴിയാതെ രണ്ടു വശത്തു നിന്നും തിരിച്ചടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സ്ട്രഗിളിലാണ് ഇപ്പോൾ റഷ്യ ഉള്ളത്. അവർ സ്ട്രഗിൾ ചെയ്യുന്ന അതേ സമയത്ത് പല ബില്യൺ ഡിഫൻസ് കോൺട്രാക്ട് ഇവിടെ അമേരിക്ക ഏഷ്യൻ കോണ്ടിനെന്റിൽ വളരെ ഈസിയായി ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ റഷ്യ ഇവിടെ തീർച്ചയായും തിരിച്ചടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം, യുദ്ധം അവസാനിച്ചാൽ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ അവസാനിക്കുമെന്ന്, റഷ്യ എപ്പോഴത്തെയും പോലെ സ്പെയർ പാർട്സ് നൽകാൻ തുടങ്ങുമെന്ന്. എന്നാൽ 3 വർഷം ഇവിടെ ലാഗ് വന്നിട്ടുണ്ട്. ചിന്തിച്ചു നോക്കുക, ഒരു കാർ നിങ്ങൾ വാങ്ങുകയാണ്. ഈ കാർ 3 വർഷമായി നിങ്ങളെ കൊണ്ട് സർവീസ് ചെയ്യാൻ കഴിയുന്നില്ല. ലഭിക്കുന്ന ചെറിയ ചെറിയ സ്പെയർ പാർട്സ് ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നു. എന്നാൽ മേജറായ ഒരു പ്രശ്നമുണ്ട്, അതും പെട്ടെന്ന് സർവീസ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലാണ്. പക്ഷെ സ്പെയർ നൽകുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് വാങ്ങാനും ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ഡീലർ ആ ഒരു സ്പെയർ നൽകാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളും ലോക്കലിൽ നിന്ന് മറ്റു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഒക്കെ നോക്കുന്നുണ്ട്. ഇങ്ങനെ 3 വർഷത്തിനപ്പുറം ആ കാറിനെ ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുവന്നു. പിന്നീട് ആ ഒരു കാർ ഏതവസ്ഥയിൽ വന്ന് നിൽക്കുമെന്ന് ചോദിച്ചാൽ, പിന്നീട് ആ ഒരു സ്പെയർ നമുക്ക് ലഭിച്ചാൽ പോലും അത് വാങ്ങാനോ അത് ശരിയാക്കാനുള്ള മൈൻഡ് സെറ്റിലായിരിക്കില്ല നിങ്ങൾ. കാരണം ഇത്രയേറെ നിങ്ങൾ അലഞ്ഞിട്ടുണ്ട്, സമയം ചിലവഴിച്ചിട്ടുണ്ട്, ആവശ്യമായ സമയത്ത് സ്പെയർ പാർട്സ് ലഭിച്ചിട്ടില്ല. ഇത്രയേറെ കാത്തിരുന്നതിന് ശേഷം നിങ്ങൾക്കത് ലഭിച്ചാലും അതിൽ ഒരു വാല്യൂവും കാണുകയില്ല. എന്നാൽ പകരം നിങ്ങൾ വളരെ ഈസി അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷനിലേക്കായിരിക്കും പോവുക. നോർമലായി ഒരു കാറിന് തന്നെ ഇത്രത്തോളം ചിന്തിക്കുമ്പോൾ ഒരു ഗവൺമെന്റ് ഇതിനും അപ്പുറം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. സാങ്ഷനെ ഒരു വലിയ ആയുധമായി അമേരിക്ക ഇവിടെ എടുക്കുമ്പോൾ റഷ്യയെ വിട്ട് നോർമലായി തന്നെ എല്ലാവരും പതിയെ പതിയെ മാറാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് യുദ്ധവും വന്നു. 3-4 വർഷമായി എനിക്ക് ആവശ്യമായി വെപ്പൺസ് ഒന്നും സ്പെയർ പാർട്സ് ഒന്നും റഷ്യ നൽകിയില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ റഷ്യൻ സൈഡിൽ നിന്നും എല്ലാവരും അമേരിക്കൻ സൈഡിലേക്ക് പോകും. ഇതാണ് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ നടക്കുന്നത്. ഇതെല്ലാം റഷ്യ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ മാജിക് തന്നെ ഇവിടെ സംഭവിക്കണം. അങ്ങനെ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏഷ്യൻ കോണ്ടിനെന്റിൽ റഷ്യ അവരുടെ ഡിഫൻസ് ഡീൽസ് കോൺട്രാക്ട്സ് എല്ലാം വളരെ വേഗത്തിൽ ലോസ് ചെയ്യുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏഷ്യൻ കോണ്ടിനെന്റ് എന്നത് റഷ്യയുടെ മാർക്കറ്റ് ആയിരിക്കില്ല, റഷ്യയിൽ നിന്നും കൈവിട്ടുപോയ ഒരു മാർക്കറ്റ് ആയിരിക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഓയ്സ് ഓവിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.